ഏപ്രിൽ മാസം 26-ാം തീയതി കേരളത്തിൽ ഉൾപ്പെടെ നടന്ന രണ്ടാം ഘട്ട പോളിംഗിൽ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗിൽ ഭീതിതമായ രീതിയിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നത് നാം കണ്ടു. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഒരു കുറവ് അല്ലെങ്കിൽ സംവിധായകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മടുപ്പ് പ്രകടമായിരുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇവിടെ കേരളമാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 2019 സംഭവിച്ച 77.78%, അത് വലിയൊരു ശതമാനമാണ്. ചരിത്രത്തിലെ തന്നെ വലിയ ശതമാനക്കണക്കിൽ ഒന്നാണ്. രണ്ടാമത്തെ വലിയ ശതമാനമാണ് വോട്ടർ ടേൺ ഔട്ട്. അത് മാറി ഇപ്പോൾ അന്തിമ കണക്കുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു 72-73% എത്തി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ചില വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചില വോട്ടുകൾ പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. പ്രതിഷേധ സൂചകമായി ആയിക്കൊള്ളട്ടെ, മറ്റ് കാരണങ്ങളാൽ ആയിക്കൊള്ളട്ടെ, ചെയ്യാതെ പോയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയെ, മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം. പൊതുവെ നമ്മൾ പറയാറുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ പോളിംഗ് ഉയരുമ്പോൾ അതിന് പിന്നിൽ ഒരു മാസ് ഹിസ്റ്റീരിയ ഉണ്ട്. അത് അനുകൂലമായ ഹിസ്റ്റീരിയ ആകാം, എന്തിനോടോ ഉള്ള ഒരു പ്രതിഷേധം എന്ന രൂപത്തിലാകാം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്നത് ഇടതുപക്ഷ മുന്നണിയോടും CPM-ന്റെ ഭരണത്തോടും പിണറായി വിജയന്റെ നേതൃത്വത്തോടും ഒക്കെയുള്ള കടുത്ത വിയോജിപ്പ് ഭരണവിരുദ്ധ വോട്ടായി വരികയും ആ ഭരണവിരുദ്ധ വോട്ട് അതിശക്തമായി പോൾ ചെയ്യപ്പെടുകയും ചെയ്താൽ സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കും കേരളത്തിലെ വോട്ടിംഗ് ശതമാനം. ഇതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് പോളിംഗ് ശതമാനത്തിൽ പൊതുവെ ഒരു മന്ദതയാണ് കാണുന്നത്. വേണമെങ്കിൽ പറയാം, ഏപ്രിൽ 26-ാം തീയതി വളരെയധികം ചൂടുള്ള ദിവസമായിരുന്നു, ഉരുകി ഒലിക്കുന്ന ദിവസമായിരുന്നു. 41.5 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാടൊക്കെ താപനില ഉയർന്നു. ശരാശരി ഒരു 35, 36, 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പല മണ്ഡലങ്ങളിലെയും താപനില, പകൽ താപനില. ഇത് വോട്ടർമാരെ ഒരുപാട് പിന്നോട്ടാക്കി. ആ ചൂട് സഹിക്കാൻ വയ്യാതെ പ്രായമായ പലരും വീട്ടിലിരുന്നു എന്നതാണ് ഒരു വിശകലനം. അതൊരു ഇന്നസെന്റ് വിശദീകരണമാണ്. അത് സംഭവിച്ചിരിക്കാം, കുറെയെങ്കിലും സംഭവിക്കാം. വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത് പോകട്ടെ, വോട്ടിംഗ് യന്ത്രത്തിൽ വളരെ സാവകാശം മാത്രം ബീപ് സൗണ്ട് കേൾക്കുകയും അങ്ങനെ അവിടെ സമയം നഷ്ടപ്പെടുകയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും എല്ലാം ചേർന്ന് ഒരുപാട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് 6 മണിക്ക് കഴിഞ്ഞില്ല. അതൊരു 20% മണ്ഡലങ്ങളിൽ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. 10% മണ്ഡലങ്ങളിൽ, ആകപ്പാടെയുള്ള 10% മണ്ഡലങ്ങളിൽ വളരെ വൈകിയാണ്, രാത്രി 9 മണി കഴിഞ്ഞും പോളിംഗ് നീണ്ട മണ്ഡലങ്ങളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ടോട്ടലി കമ്മിറ്റഡ് ആയ കോർ പാർട്ടി വോട്ടുകളല്ലാത്ത ഒന്നും തന്നെ അവസാന ഘട്ടത്തിൽ വീണ് കാണില്ല എന്ന സൂചനയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രയോജനം ആർക്ക്? സ്വാഭാവികമായി അതിന്റെ പ്രയോജനം കേഡർ സ്വഭാവമുള്ള CPM-നും BJP-ക്കും തന്നെയാണ് സ്വാഭാവികമായി അതിന് പ്രയോജനം ലഭിക്കേണ്ടത്. പക്ഷെ ആ സ്വാഭാവിക പ്രയോജനം മാത്രം കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ പറ്റുമോ? ആകെ ഉണ്ടായ ഒരു ആന്റി ഇൻകംബൻസിയെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു കേഡർ സംവിധാനത്തിൽ വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ ചെയ്യപ്പെടുന്ന ആ ഒരു കേഡർ സംവിധാനത്തിന്റെ ബലത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാവുമോ എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, മലബാർ മേഖലയിൽ 2019 അതിശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ മണ്ഡലത്തിൽ 83%-ലധികം സംവിധായകർ വോട്ട് ചെയ്തു. അത് ഇപ്രാവശ്യം 80-ൽ വളരെ താഴെ നിൽക്കുന്നു. വടകര മണ്ഡലത്തിൽ ശക്തമായ പോളിംഗ് ആയിരുന്നു. അവിടെ എല്ലാം തന്നെ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഇപ്രാവശ്യവും തെക്കൻ കേരളത്തെക്കാൾ കൂടുതലാണ്. പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ വളരെ വലിയ എണ്ണം പ്രവാസികളുണ്ട്. ഗൾഫ് മേഖലയിലും അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ചെറുപ്പക്കാരിൽ പലരും നാട് വിട്ടു പോയിരിക്കുന്നു. അവരുടെ എല്ലാം വോട്ട് ഇപ്രാവശ്യം നഷ്ടപ്പെടുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടയിലൊക്കെ എപ്പോഴും പോളിംഗ് ശതമാനം കുറവാണ്. സർക്കാർ ജീവനക്കാരേറെയുള്ള തിരുവനന്തപുരത്ത് അവരിൽ പലരും അവധി കിട്ടുമ്പോൾ വീട്ടിൽ പോവുകയും സ്വന്തം നാട്ടിൽ പോവുകയും ചെയ്യുമ്പോൾ അവരുടെ തിരുവനന്തപുരത്തെ വോട്ട് പാഴാകുന്ന കാഴ്ചയുണ്ട്. അതൊക്കെ സ്വാഭാവിക കാര്യങ്ങളാണ്. പക്ഷേ മറ്റു മേഖലകളിൽ, വടക്കൻ മലബാറിൽ ഉൾപ്പെടെ വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കാണുന്ന ഒരു കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം സംഭവിച്ച ഒരു ഉഗ്ര സ്ഫോടനം.
രാഷ്ട്രീയ സ്ഫോടനം. അതാണ് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം. അത് കമ്മ്യൂണിസ്റ്റ് മനസ്സുകളെ, ഇടത് സഹയാത്രികരുടെ മനസ്സിനെ ഒട്ടൊന്നും ആയിരിക്കില്ല ഒലിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോഴും CPM ചിരിച്ചു തള്ളുകയാണ് പതിവ്. CPM പറയും, ഇവിടെ CPM-ൽ നിന്ന് ആരും തന്നെ BJP-യിലേക്ക് പോകില്ല, നേതാക്കൾ പോകും, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് പറയുന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന CPM-നെ അല്ല കണ്ടത്. സഖാവ് ഇ.പി. ജയരാജന്, മുന്നണി കൺവീനർ ഇ.പി. ജയരാജന് ജാഗ്രത കുറവുണ്ടായി. BJP നേതാക്കളുമായി സ്വന്തം മകന്റെ വസതിയിൽ സംസാരിച്ചതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിക്കുമ്പോൾ ഇങ്ങനെ ചില അനൗപചാരിക ഇടപാടുകൾ ഉണ്ടല്ലോ CPM നേതാക്കൾക്ക്. അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ പലപ്പോഴും BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്നു. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് അതൊരിക്കലും കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ ചായില്ല. അത് മരവിപ്പിക്കപ്പെട്ടാൽ ഞാനതിൽ അത്ഭുതപ്പെടില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായി സാധാരണഗതിയിലെ അനാലിസിസിൽ എപ്പോഴും പോളിംഗ് ശതമാനം കുറയുന്നത് ഇടതുപക്ഷത്തെ സഹായിക്കും. കാരണം അവരുടെ കോർ വോട്ടുകൾ കേഡർ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു വിടും. അവസാന വോട്ടും പാഴാക്കാതെ ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്നത് ശരിയായിരിക്കാം. ഇപ്രാവശ്യവും CPM കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് നടന്നു. കേഡർ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു. അതിന്റെ പ്രയോജനം തെരഞ്ഞെടുപ്പിന് തലേന്നുള്ള അനാലിസിസിനേക്കാൾ മെച്ചമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ന് വേണമെങ്കിൽ ഭംഗ്യാന്തരേണ പറയാം. കാരണം 3-4 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് സീറ്റിലും കണ്ണൂർ സീറ്റിലും ഒരുപക്ഷെ തെക്കോട്ട് വരുമ്പോൾ ആറ്റിങ്ങൽ സീറ്റിലുമൊക്കെ BJP-യുടെ സംവിധാനത്തെ BJP-യുടെ വോട്ടുകൾ CPM-ൽ നിന്ന് മടർന്നു വന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് CPM-ന് സ്ഥാനാർത്ഥികൾക്ക് ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഡീലുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഡീലുണ്ട് എന്നൊക്കെ കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ ഉച്ചത്തിൽ പറയുമ്പോൾ അത് അധികം പേര് വിശ്വസിച്ച് കാണില്ല എങ്കിൽ പോലും ചെറിയ ചില ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ മുരളീധരൻ പറയുന്നത് എന്താണ്? 20 മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിലും BJP CPM-നെ സഹായിക്കുകയും എന്നാൽ ശേഷിച്ച 2 മണ്ഡലങ്ങൾ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ CPM-ന്റെ വോട്ട്, അവിടെ 2 CPI സ്ഥാനാർത്ഥികളാണ് മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഓർക്കണം. അവിടെ CPM-ന്റെ വോട്ട് ചെറിയൊരു ഭാഗം BJP-യിലേക്ക് വരികയും അങ്ങനെ 2 സീറ്റ് തരപ്പെടുത്താം എന്ന ഒരു ധാരണ. അത് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ജയിച്ചു വരാൻ അല്ലെങ്കിൽ LDF-ന് ജയിച്ചു വരാനുള്ള സാഹചര്യം BJP ഒരുക്കും എന്ന രീതിയിൽ പല ഇടനിലക്കാരും പറഞ്ഞു വരുമ്പോൾ അതിലൊക്കെ ചെറിയ സത്യങ്ങൾ സംവിധായകർ കാണുന്നുണ്ട്. അവരുടെ മനസ്സും മടുത്തു പോയിരിക്കാം. ആ വോട്ടുകളും BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ അല്ല, മറിച്ച് മരവിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പല കാരണങ്ങളാൽ വോട്ടുകൾ ചെയ്യുന്നതിന് ഉത്സാഹമില്ല. അത് മാത്രമല്ല, അതീവ വൈകാരികമായ ഒരു വിഷയവും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ശബരിമല ഒരു വൈകാരിക വിഷയമായിരുന്നു. അത് ഹൈന്ദവ വിശ്വാസികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം അത് CPM-ന്റെ പോലും വോട്ടർമാർ ചിലര് മാറി ചിന്തിക്കാൻ ഇടവരുത്തി. അത് പ്രതിഷേധ വോട്ടുകളായി വന്നു. ഇപ്രാവശ്യം അങ്ങനത്തെ പ്രതിഷേധ വോട്ടുകളില്ല. ഈ നവകേരള സഭയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനമായിക്കൊള്ളട്ടെ, സിദ്ധാർത്ഥന്റെ മരണമായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദമാകട്ടെ, സ്വർണ്ണക്കടത്തോ അല്ല എങ്കിൽ മറ്റ് അഴിമതികളായിക്കൊള്ളട്ടെ, മാസപ്പടിയാകട്ടെ, ഇതെല്ലാം തന്നെ പ്രതിരോധത്തിലാക്കിയ CPM-നെയാണ്. അതിലുണ്ടായ ഭരണവിരുദ്ധ വികാരം, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം, ആ വികാരം ഒരു മൈൽഡ് വികാരമാണ്. അതിതീവ്രമായ വികാരമായിരുന്നെങ്കിൽ ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ടും വളരെ വലിയ എണ്ണം ആളുകൾ വോട്ട് പാഴാക്കാതെ ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഉണ്ടായ ഒരു മടുപ്പ് അത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന ഒരു മടുപ്പാണ്. പക്ഷെ അത് മാത്രം മതിയാകുമോ വിജയം നേടാൻ, ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയം നേടാൻ എന്നത് സംശയമാണ്. ഇപ്പോഴും അഡ്വാൻറ്റേജ് UDF-ന് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം.